ഇപ്പോൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കെ സി വേണുഗോപാൽ പുറത്തേക്ക് വരുന്നുണ്ട്. അല്പസമയത്തിനകം കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് പുറത്തേക്ക് എത്തി മാധ്യമങ്ങളെ കാണുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഏറെ നേരത്തെ കൂടിക്കാഴ്ച ശേഷം ഇപ്പോൾ കെ സി വേണുഗോപാൽ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. അവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമെന്ന പ്രതീക്ഷയാണ് കൂടിക്കാഴ്ചയിലൂടെ. ഒന്നിച്ചാണ് ഇരു നേതാക്കളും പുറത്തേക്ക് വരുന്നത്. രമേശ് ചെന്നിത്തലയുടെ തീർച്ചയായും ഇരുവരും ഒരുമിച്ച് പുറത്തേക്ക് വന്ന് മാധ്യമങ്ങളെ കാണും. പക്ഷേ ഏറ്റവും പ്രധാന കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയാൽ രമേശ് ചെന്നിത്തല നിലപാട് മയപ്പെടുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായും രമേശ് ചെന്നിത്തല മന്ത്രിസഭയുടെ ഭാഗമാവുകയും രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായ അൻവർ സാദത്തും IC ബാലകൃഷ്ണനും മന്ത്രിസഭയുടെ ഭാഗമാകുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിനൊക്കെ ഉത്തരം നമുക്ക് അല്പസമയത്തിനകം ലഭിക്കും. ഈ കൂടിക്കാഴ്ചയുടെ തുടർച്ചയായി ഇപ്പോൾ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് മാധ്യമങ്ങളെ കാണുകയാണ്. ഇപ്പോൾ കൂടിക്കാഴ്ച ഒന്നുണ്ടാവില്ല. എന്താഗ്രഹിക്കുന്നു അതുണ്ടാവും. അതൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് ഫൈനലായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ പുള്ളി ഡിമാൻഡ് അംഗീകരിക്കുന്ന ആളായിട്ടാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത്? പുള്ളി അങ്ങനെ ബാർഗെയിൻ ചെയ്തിരുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ടോ കോൺഗ്രസിൽ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഒരു രമേശ് ചെന്നിത്തലയെ പോലെ ഏറ്റവും ഉന്നതനായിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ് ഞങ്ങളെല്ലാം രസത്തിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ആളാണിത് ഈ പദവികളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പാർട്ടിയിൽ വിലയുണ്ടാവും, സംശയം വേണ്ട, അതിനകത്തൊരു സംശയം വേണ്ട. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്നിട്ടല്ലേ മുന്നോട്ട് പോകുള്ളൂ. അതിനകത്ത് എല്ലാവരെയും സന്തോഷമാക്കിയിട്ട് പാർട്ടി ലീഡർഷിപ്പ് തീരുമാനം എടുക്കും. നിങ്ങൾക്ക് ഇനി എന്താ വേണ്ടത്? ലിസ്റ്റ് തരേണ്ടത്. ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുമല്ലോ എന്താണ് ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം എങ്ങനെ ഞാൻ പറയാൻ പറ്റുന്നത്? അത് പാർട്ടി ലിസ്റ്റ് പോകണം, പാർട്ടി പ്രസിഡന്റും കൂടെ അംഗീകരിക്കണം, എന്നല്ലേ പറ്റുള്ളൂ. ഓക്കെ. RC മുന്നോട്ട് വെക്കുന്ന അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന മറ്റു ചിലരും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? ഞാൻ എന്നും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയല്ലേ. അപ്പോൾ എന്നും കോൺഗ്രസിൻ്റെ കൂടൊപ്പം അല്ലെ കോൺഗ്രസ് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുന്ന ഒരാളാണ്. ഐ എം ആൾവേസ് എ ട്രൂ കോൺഗ്രസ് മാൻ. അത് മാത്രമേ എനിക്ക് പറയാം. തൃപ്തനാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ചിരിയോടുകൂടിയാണ് തിരികെ പോകുന്നത്. എന്നും ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും, ഓൾവേസ് എ ട്രൂ കോൺഗ്രസ്മാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല തന്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. കെ സി വേണുഗോപാലിനോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടുന്ന ഒരാളല്ല രമേശ് ചെന്നിത്തല, നിങ്ങൾ അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. പട്ടിക അടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വരും, പാർട്ടി അധ്യക്ഷനടക്കം അത് അംഗീകരിക്കേണ്ടതുണ്ട് എന്നും വ്യക്തമാകുന്നു. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തന്നെയാണ് കെ സി വേണുഗോപാൽ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിയത്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, എന്താണ് മനസ്സിലാക്കേണ്ടത് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന്? മധു, കൂടിക്കാഴ്ച ഏറെ നേരം നീണ്ട ആ കൂടിക്കാഴ്ചക്കൊടുവിൽ അവർ പുറത്തേക്കിറങ്ങി. എന്താണ് അവിടെ ചർച്ച നടന്നത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം തന്നെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്ന് തന്നെയാണ്. രമേശ് ചെന്നിത്തല മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് രമേശ് ചെന്നിത്തലയെ മന്ത്രിയാക്കണമെന്നോ ഏതെങ്കിലും വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമോ എന്നുള്ളതല്ല. രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരെ ഈ മന്ത്രിസഭയിൽ പരിഗണിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. രമേശ് ചെന്നിത്തലയുടെ ആവശ്യങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും പാർട്ടി മുന്തിയ പരിഗണന നൽകും എന്ന് കെ സി വേണുഗോപാൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമായിരിക്കും. അതിൽ അൻവർ സാദത്തിനും IC ബാലകൃഷ്ണനും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമമായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തുക. കാരണം രമേശ് ചെന്നിത്തലയെ ഒഴിവാക്കിക്കൊണ്ടുള്ള മന്ത്രിസഭാ രൂപീകരണം അത് ഹൈക്കമാൻഡിന് ഒട്ടും താല്പര്യമില്ല. രമേശ് ചെന്നിത്തലയെ ഉൾക്കൊള്ളിച്ചുള്ള, രമേശ് ചെന്നിത്തലയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പ് നൽകിക്കൊണ്ടുള്ള ഒരു മന്ത്രിസഭയാണ് ഹൈക്കമാൻഡും ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി VD സതീശനും അതുതന്നെയാണ് താല്പര്യം. കാരണം ഐക്യത്തോടെ മുന്നോട്ട് പോകണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. അതിൽ ഏറ്റവും പരിചയസമ്പത്തുള്ള രമേശ് ചെന്നിത്തലയെ ഉപയോഗിക്കണം
എന്നുള്ള ഒരു തീരുമാനം ഹൈക്കമാൻഡുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ ഏതാണ്ട് 45 മിനിറ്റിലേറെ ദീപദാസ് മുൻഷി ഈ വീട്ടിൽ ചിലവഴിച്ച് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. എല്ലാം തീരുമാനമായതായിരുന്നു. പക്ഷേ പൊടുന്നനെ മന്ത്രിസഭ ഇവിടെ കരട് പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ അപ്രതീക്ഷിതമായി ഈ സീനിയറായ 2 MLA മാർ ഒഴിവാക്കപ്പെടുന്നു. അത് ഒന്ന് IC ബാലകൃഷ്ണൻ, രണ്ടാമത്തേത് അൻവർ സാദത്തുമാണ്. അതിൽ IC ബാലകൃഷ്ണൻ ഒഴിവാക്കിയതിലും അൻവർ സാദത്തിനെ ഒഴിവാക്കിയതിലുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിൽ നിന്നും രമേശ് ചെന്നിത്തല വിട്ടുന്നത്. മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന് നേതൃത്വത്തെ രമേശ് ചെന്നിത്തല അറിയിച്ചത്. അത് പൊട്ടിത്തെറിക്ക് വഴിയൊരുക്കുമെന്ന ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാവുകയും പിന്നാലെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എത്തി രമേശ് ചെന്നിത്തലയിൽ കേട്ട് തൊട്ടു പിന്നാലെ കാര്യങ്ങൾ കൈവിടുന്നുവെന്ന് KC വേണുഗോപാലിനെ അറിയിച്ചു. അങ്ങനെയാണ് KC വേണുഗോപാൽ നേരെ രമേശ് ചെന്നിത്തലയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. എന്തായിരിക്കും ഈ കൂടിക്കാഴ്ചയുടെ അതിന്റെ പൂർത്തീകരണം, ഏത് തലത്തിലെത്തും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നതൊക്കെ നമുക്ക് അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. മാധു, ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പാർട്ടിയാണ് എല്ലാം എന്ന രമേശ് ചെന്നിത്തല. ഞാനൊരു നല്ല കോൺഗ്രസുകാരനാണ് എന്ന അദ്ദേഹം, അടിയുറച്ച കോൺഗ്രസുകാരനാണ് എന്നതുകൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. തൃപ്തനാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ആദ്യം മറുപടി പറയുന്നില്ല. രണ്ടാമത് തൃപ്തനാണോ എന്ന മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചിരിയോടുകൂടി പിന്തിരിഞ്ഞ് നടക്കുന്ന ചെന്നിത്തലയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. റോഷിബാൽ, അദ്ദേഹം ഉന്നയിച്ച ആവശ്യങ്ങൾ അപ്പടി അംഗീകരിക്കപ്പെടില്ല എന്ന കാര്യം വ്യക്തമാണ്. അതിൽ അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തനാകാനും കഴിയില്ല. പക്ഷേ പാർട്ടിയുടെ വഴിക്ക് മുന്നോട്ട് പോകും എന്ന സന്ദേശമാണ് രമേശ് ചെന്നിത്തല നൽകുന്നത്. സ്വാഭാവികം രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു കടുംപിടുത്തവും മുന്നോട്ട് പോകില്ല. അങ്ങനെ കടുംപിടുത്തവുമായി മുന്നോട്ട് പോയ ചരിത്രവും രമേശ് ചെന്നിത്തലയ്ക്കില്ല. എല്ലാ കാലത്തും പാർട്ടിക്ക് വഴിപ്പെടുന്നതാണ് രമേശ് ചെന്നിത്തലയുടെ രീതി. നമുക്കറിയാം, നേരത്തെ കഴിഞ്ഞ തവണ നിയമസഭാ കക്ഷി നേതൃസ്ഥാനത്ത് പരിഗണിക്കാതിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല നിശബ്ദനായിരുന്നു, ഒന്നും പ്രതികരിക്കാൻ തയ്യാറായില്ല. പ്രവർത്തകരോടും ഒരു തരത്തിലും പ്രതികരിക്കാൻ പാടില്ല എന്ന നിർദ്ദേശവും നൽകി. പിന്നീട് AICCയുടെ പ്രവർത്തക സമിതിയിലേക്ക് ഒരു സ്ഥിരം ഒരു ക്ഷണിതാവ് മാത്രമാക്കിയപ്പോഴും അദ്ദേഹം മൌനത്തോടെ അത് അംഗീകരിക്കുന്ന സാഹചര്യമാണ്. ഏതെങ്കിലും തരത്തിൽ അവഗണന ഉണ്ടായാൽ പൊട്ടിത്തെറിക്കുകയോ പാർട്ടിയെ വെല്ലുവിളിക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ തയ്യാറാകാത്തതിന്റെ പ്രധാന കാരണമായി പൊതുവെ കരുതപ്പെടുന്നത് രമേശ് ചെന്നിത്തല ഏതാണ്ട് 2004-2005 കാലഘട്ടത്തിലെ കോൺഗ്രസിന്റെ പിളർപ്പിൽ ഈ പാർട്ടി കെട്ടിപ്പടുത്ത് പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പരിശ്രമിച്ചയാളാണ്.